അടിച്ചു പൊളിക്കണം. പഴയ പോലെ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ ഇതൊക്കെ നടക്കുവോ? എന്താ നടക്കാത്തത്? വെറും 10 വയസ്സ് കുറയണമെന്നല്ലേ അവൻ പറയുന്നുള്ളൂ. നിനക്ക് പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് ഓൾറെഡി 10 വയസ്സ് കുറവാണ്. അതെ, ബുദ്ധിപരമായിട്ട്. എടാ പോത്തെ, ഈ ലോകത്ത് മുകളിലേക്ക് പോയാൽ താഴേക്ക് വരാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അറിയാം. റോക്കറ്റ് അല്ലേ? മഴയാണ്. അയ്യോ സമയത്രേ, വാ പെട്ടെന്ന് റെഡിയാവാ. നമ്മളിന്ന് വരുന്ന വിവരം അവൻ അറിയാവോ? ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ ചെല്ലുമ്പോ അവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അത് നല്ലതാ. ആർക്കാ? പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ വരുന്നതെന്ന് അവനെ വിളിച്ചു പറഞ്ഞേക്കാം. ഒരു മാറ്റമില്ലല്ലോ. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയല്ലേ സേതു ഇവിടെ വന്ന് കയറിയത്? അതുമുതൽ എല്ലാം അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ്രൂസ് പറഞ്ഞു വിട്ടിട്ടാണ് സേതു ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നവൻ പറഞ്ഞിട്ടുണ്ട്. വന്ന് കയറി അന്ന് മുതൽ അവനെ സ്വന്തം മകനെ പോലെയാണ് അമ്മച്ചി കരുതിയിട്ടുള്ളതെന്ന് ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല, മരിച്ചേ പിന്നെ അവന്റെ മുറിയും അവന്റെ സാധനങ്ങളും അമ്മച്ചി അതേപടി സൂക്ഷിക്കുകയാണെന്ന് വരെ അവൻ പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രസ് കാർഡ് കിട്ടിയോ? അതെന്നോടാണോ ചോദിക്കുന്നത്? കിട്ടിയോടാ? 2 ദിവസത്തിനാ കിട്ടും. പതിവ് പോലെ എല്ലാ വിഷയത്തിനും 100 മുട്ടായിരിക്കും കിട്ടാൻ പോണേ. അത് അപ്പോഴല്ലേ, അതിന് ഇന്നെന്തിനാ ശിക്ഷിക്കുന്നേ? എടി പോത്തെ, ഇന്ന് ഞാൻ നാട്ടിൽ പോവല്ലേ. ഇനി പ്രോഗ്രസ് കാർഡ് കിട്ടുന്നവരെ എനിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യേണ്ട ജോലികളൊക്കെ കഴിയുന്ന നേരത്തെ ചെയ്ത് തീർക്കണം. അതാണ് ഡോക്ടർ അപ്പുക്കുട്ടന്റെ പോളിസി. എന്താ സാറേ? ആ പെണ്ണ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നൊക്കെ അതുപോലെ തന്നെ പറഞ്ഞേക്കണം. തെറ്റിച്ച കൊന്നുകളഞ്ഞു. ചെല്ലി ചെല്ലി ചെല്ലി. ഞങ്ങളിവിടെ ഒളിച്ച് നിപ്പില്ല എന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ ഒരു പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പറ, എന്ത് ചെയ്യും? ഒരു ചെറിയ കല്ലെടുത്തെറിയും. വലിയ കല്ലെറിയുന്നു. നശിപ്പിച്ച് ഓടുമെന്ന് പറയടാ. ഓടും. ഒരാന കുത്താൻ വന്നാലോ? തുമ്പിക്കൈ മിണ്ടരുത്. നീ പറ. ഓടും എന്ന് പറയണമായിരിക്കും. അവന്റെ ഒരു ആനയും പട്ടിയും. ക്ലാസ് എടുക്കാതെ കാര്യം പറടാ. സോറി, ഗ്ലാസ് എടുത്ത് തന്നെ. എന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദി ലൈക്ക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? കാക്കത്തോറി. എന്താണ് നിന്റെ കാറടിച്ചോ? ഒരു കിളി കാറിൽ കയറി പോയി. ഒരു സുന്ദരി കിളി കണ്ട ഐശ്വര്യ റായ പോലെ, പക്ഷെ ഞാൻ കണ്ടില്ല. പല്ലുവനെ വന്നിട്ടൊന്നും ആരും ഇതുവരെ ചത്തിട്ടില്ല. അങ്ങനെ പറയരുത്. എന്റെ അമ്മാവൻ മരിച്ചത് പല്ലുവേന വന്നിട്ടാ. വേദന വന്ന നിമിഷങ്ങൾക്ക് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു, ഞാനൊരു ഡെന്റിസ്റ്റ് ആവുമെന്ന്. അറിയോ? എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത്? ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റയിടിച്ച് ഫ്രണ്ട് പല്ലില്. ഇനി അവളെ കണ്ടാ നീ തിരിച്ചറിയോ? അവളെ കണ്ടാ തിരിച്ചറിയില്ല. ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റയിടിച്ച് ഫ്രണ്ട് പല്ലില്. ഇനി അവളെ കണ്ടാ നീ തിരിച്ചറിയോ? അവളെ കണ്ടാ തിരിച്ചറിയില്ല, പക്ഷെ കാറ് കണ്ടാ തിരിച്ചറിയും. നമ്പർ അറിയാം. KL7 KL7 63 ആണാ 77-15 ആണ്. അതാ 12-13 ആണ്. ഇത് മറ്റേതാ. ആ, കുളിസിയും കാണാൻ കയറിയത്. ഇത് അവന്മാര് തന്നെ. നേരം വിളിക്കട്ടെ, വാ. നിക്കേ, ഇത് കണ്ടിട്ട് എന്തേലും തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നുണ്ട്. എന്ത്? ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാമായിരുന്നില്ലേ മഹാദേവ? ഞാൻ അപ്പോഴും ഇവനോട് പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് നേരത്തെ വന്ന് നോക്കാമായിരുന്നില്ല. നിക്കേ, ഇത് മറ്റേതാ. ആ, കുളിസിയും കാണാൻ കയറിയത്. ഇത് അവന്മാര് തന്നെ. നേരം വിളിക്കട്ടെ, വാ. നിക്കേ, ഇത് കണ്ടിട്ട് എന്തേലും തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നുണ്ട്. എന്ത്? ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാമായിരുന്നില്ലേ മഹാദേവ?
ഞാൻ അപ്പോഴും ഇവനോട് പറഞ്ഞത് പെട്ടെന്ന് പോയി വാതിൽ തുറക്കാൻ. കേക്കണ്ടേ ശാപം? നിനക്ക് പോയി തുറന്നാലെന്താ? നിന്റെ വീടല്ലേ? അതെടാ എന്റെ വീടാ. വന്ന് വാടക ഒന്നും തരാണ്ട് കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ പറയുന്നൊന്ന് കേട്ടാലെന്താ? അത് ശരി. ഒരുത്തന്റെ ഓശാരത്തിൽ എനിക്ക് ഇവിടെ താമസിക്കണ്ട. ഞാൻ ഇന്ന് തന്നെ ഹോട്ടലിലേക്ക് മാറാൻ പോവാ. ചെല്ല്. റൂം ബില്ല് നീ കൊടുത്താ മതി. ഏ? ഫുഡിന്റെ ഇന്നലെ ഉറക്കമൊക്കെ കുറെ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. അതെ, ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ബാക്കി നീ എടുത്തോ. അതല്ല ബാക്കി അമ്പൂരും കൂടി ഇങ്ങോട്ട് വരും. ഓ ഇതെനിക്ക് ചുവങ്കം വെക്കാനുള്ള കാര്യം. അപ്പുകുട്ടാ നീ കണ്ട നീ എന്താ ചെയ്യുന്ന? അപ്പുകുട്ടാ ഒരു ഹണിമൂൺ ആണെന്ന് വിചാരിച്ചാ മതി. ഓ ഇനി ഇപ്പോഴാ ഹണിമൂൺ. അതൊക്കെ അന്നേ കഴിഞ്ഞതല്ലേ. അങ്ങനെ പറയരുത്. യവൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാനും അന്ന് ഹണിമൂണിനൊക്കെ പോയതാ. പക്ഷെ അതിന് അവളുമായിട്ട് അന്ന് മുട്ടൻ വഴക്കായി. ഇപ്പൊ ഇങ്ങനെ ഒന്ന് കൂടിയാ അവളുമായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് തീരും. അല്ല ജാനകിയുമായിട്ട് എന്തിനാ വഴക്കായത്? അന്ന് ഹണിമൂണിന് പോയപ്പോ ചെലവ് ചുരുക്കാൻ ഞാൻ അവളെ കൊണ്ടുപോയില്ല. അത് തെറ്റാണോ? അല്ല ഇതാരൊക്കെയാ? ഓർമ്മയുണ്ടോ ഈ മുഖം? ഞങ്ങൾ അന്നേ വന്ന് മാപ്പ് പറയാനിരിക്കായിരുന്നു. സോറി, തിരക്ക് കാരണം കുറച്ച് വൈകിപ്പോയി. സോറി. ഞങ്ങൾക്കന്ന് ആള് തെറ്റിയതാ. സോറി. ഇപ്പൊ എസ് ഐ ആയല്ലേ? സോറി. രക്ഷിക്കാനും ശിക്ഷിക്കാനും ഒക്കെ ഇവളാര് സുപ്രീം കോടതി ജഡ്ജാ? ഇവൾ എന്താ ധരിച്ചത്? സാരിയല്ലേ? ബ്ലൂ സാരി. നീ എന്താ ആലോചിക്കുന്നു? ഒഴിക്കടാ. എന്നാലും ആ പള്ളിയിൽ അച്ഛനും ആ ഏണസ്റ്റും ഒക്കെ എന്താണ് അങ്ങനെ പറഞ്ഞത്? എന്താണ് ഇത്? സോഡ പൊട്ടിച്ചതാ. ഇങ്ങനെയാണോ സോഡ പൊട്ടിക്കുന്നത്? നീയല്ലേ പറഞ്ഞത് കൂൾ സോഡ വേണമെന്ന്? ഓ മനുഷ്യന്റെ ഗ്യാസ് ഇപ്പൊ പോയേനെ. സോഡ പൊട്ടിച്ചാ പിന്നെ ഗ്യാസ് പോവില്ല. നാക്ക് ചൊറിഞ്ഞപ്പോ ആ ചൊറിച്ചിലങ്ങ് മാറ്റായിരുന്നില്ലേ? അവള് പറഞ്ഞപ്പോ മിണ്ടാന്ന് കേട്ടിട്ട് 3 പേരും കൂടെ ഇവിടെ വന്ന് ബലം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ആഹാ ഇപ്പൊ ഞങ്ങളുടെ പേരിലായ തെറ്റ്. നിന്റെ വായിൽ എന്തായിരുന്നു? നിനക്ക് പറയായിരുന്നില്ലേ? പറയായിരുന്നു. പക്ഷേ എന്ത് പക്ഷേ? എടാ ഒരാന കുത്താൻ വന്ന നമ്മൾ എന്ത് ചെയ്യും? പുഴുകി തിന്നും. ഒരിക്കലും ചെയ്യരുത്. ദഹനക്കേട് വരും. മണം കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് മുറ്റത്ത് മലമൂത്ര വിസർജനം നടത്തിയിട്ട് അവൻ ഓടിയിരിക്കുന്നത്. എന്നിട്ട് നേരെ വന്ന് കിടന്ന് ഉറങ്ങി. ഈ പോലീസ് നായി വരുന്നൊക്കെ പറഞ്ഞാ കുഴപ്പമാ. ഏതായാലും അയാൾ പറഞ്ഞതുപോലെ ഇവ മുറ്റത്ത് 1ഉം 2ഉം ഒക്കെ സാധിച്ചത് ഭാഗ്യം. ഏയ് 2 ഇല്ല, 1 മാത്രമേ ഉള്ളൂ. നശിപ്പിച്ചു. അല്ലെങ്കിലും വേണ്ട സമയത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ അവനെ കൊണ്ട് പറ്റൂല. കഴുത ഇനി ചെയ്താ മതിയാ. മുഖത്ത് തളിക്ക്. ഇനി അപസ്മാരകം വല്ലതും ഗോതുകുട്ടി എന്താടാ? എന്ത് പറ്റി? ഐസ് എടുത്തപ്പോ ഷോക്ക് അടിച്ചത്. ഐസിന്ന് ഷോക്ക് അടിച്ചെന്നോ? ഫ്രിഡ്ജിന്ന്. ഫ്രിഡ്ജിന്നാ? അതെങ്ങനെ ഷോക്ക് അടിക്കും? ഞാനിപ്പോ ഇതിനകത്ത് നിന്ന് കൂൾ സോഡ എടുത്താണല്ലോ. ഇവൻ നേരിട്ട് പോയി മാപ്പ് പറഞ്ഞ് തീർക്കുന്നല്ലേ ബുദ്ധി. പാതിരാക്കി അവിടെ കയറി ചെന്ന എന്തിനാണെന്ന് ചോദിച്ചാ എന്തോ പറയും. അത് വീട് മാറി കയറിപ്പോയതാണെന്ന് പറഞ്ഞാ പോരെ? ജനല് തുറന്ന് എന്തിനാണെന്ന് ചോദിച്ചാ ജനലിൽ കൂടി വാതിൽ എവിടെയെന്ന് നോക്കിയതാണെന്ന് പറയാം. എന്തൊരു ശകുനക്കേടാണിത്, നാശം പിടിക്കാൻ. ഇലക്ട്രിക് കമ്പ്യൂട്ടർ മാറുന്നില്ല. മാധവ, ഇത് കുഴപ്പമാണ്. എനിക്ക് പേടിയാവുന്നടാ. നീ ഒന്ന് ചുമ്മാ ഇരിക്കേ മഹാദേവ. നമ്മളിനി എന്താ ചെയ്യാ? എടാ തോമസ് കുട്ടി, നീ ആ ഫോൺ എടുത്തൊരു ടാക്സി വിളിക്ക്. മിസ്ഡ് കോൾ അടിച്ചാൽ മതി തോമസ് കുട്ടി, കാശ് കളയണ്ട.